ചില പ്രണയങ്ങൾ അവസാനിക്കുന്നത് ഒരു വിട പറച്ചിലൂടെ ആയിരിക്കില്ല. അവ ഒരിക്കലും അവസാനിക്കാത്തവയാണ്. വർഷങ്ങൾക്കപ്പുറവും മായാത്ത ഓർമ്മയായി അവശേഷിക്കപ്പെടുന്നവ. ഒരിക്കൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്ന പെൺകുട്ടി, പണ്ടത്തെ പ്രിയപ്പെട്ടവൾ, ഒരാശുപത്രി കിടക്കയിൽ യാദൃശ്ചികമായി വീണ്ടും കാണുന്ന ഒരു മനുഷ്യൻ്റെ ഓർമ്മകളിലൂടെ തുറന്നു വരുന്ന കഥ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഇടനാഴികളിൽ യൗവനത്തിൻ്റെ സ്വപ്നങ്ങൾക്കും കവിതകൾക്കും പുസ്തകങ്ങൾക്കും ചൂടേറിയ രാഷ്ട്രീയ ചിന്തകൾക്കുമിടയിൽ മുട്ടിട്ട പ്രണയം. പഴയ തിരുവനന്തപുരത്തെ ഇടവഴികളും മാടൻതറകളും അമ്മൻ കോവിലുകളും ആൽത്തറയും യക്ഷിയമ്മനും വാഗമരവും നിശബ്ദ സാക്ഷികളായ പ്രണയം. കഥാകൃത്തും കഥയിൽ ചക്കി എന്ന് വിശേഷിപ്പിക്കുന്ന പെൺകുട്ടിയുടെയും പ്രണയത്തിൻ്റെ ദൈർഘ്യമായിരുന്നില്ല, അത് അവശേഷിപ്പിച്ച ആഴമാണ് ബന്ധത്തിൻ്റെ അളവുകോൽ. കുടുംബവും ജാതിയും സാഹചര്യങ്ങളും അവരുടെ പ്രണയത്തിന് അതിർവരമ്പുകളായി നിന്നു. എങ്കിലും ഓർമ്മയുടെ ഏതോ ഇരുണ്ട മുറിയിൽ പ്രണയം അതേ പ്രായത്തിൽ തന്നെ കാത്തുനിന്നു. അയാൾ അവളെ തിരുത്തുവാനോ വീണ്ടെടുക്കുവാനോ ശ്രമിക്കുന്നില്ല. പകരം ഒരിക്കൽ തന്നെ പ്രണയിക്കുവാൻ പഠിപ്പിച്ച പെൺകുട്ടിയോട് വർഷങ്ങൾക്കിപ്പുറം തൻ്റെ ഓർമ്മകളുടെ നിശബ്ദതയിൽ നിന്ന് ഒരു വാക്കുമാത്രം പറയുന്നു: നിനക്ക് എന്നും നല്ലത് വരട്ടെ. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, ഒരു ജീവിതം മുഴുവൻ ഓർക്കപ്പെടുവാനുള്ള ഭാഗ്യം ലഭിക്കും. ഒരിക്കൽ